കഴിഞ്ഞ പാർട്ടിലെടുത്തത് നമ്മൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ പ്രോബ്ലമാണ്. അതിൽ ആ കണക്കിൽ എക്സ് ലിമിറ്റഡും വൈ ലിമിറ്റഡും, പുതിയ കമ്പനി ഇസഡ് ലിമിറ്റഡ്, നമ്മൾ എക്സ് ലിമിറ്റഡ് ക്ലോസ് ചെയ്തു. ആദ്യം നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കണ്ടു, എക്സിൻ്റെയും വൈയുടെയും. അതിനുശേഷം എക്സ് ലിമിറ്റഡ് ക്ലോസ് ചെയ്തു. വൈ ലിമിറ്റഡ് അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു, അത് തന്നെ വർക്കൗട്ട് ചെയ്യുക. ഇനി പർച്ചേസിങ് കമ്പനി ഇസഡ് ലിമിറ്റഡാണ്. അവിടെ ഇസഡ് ലിമിറ്റഡിൻ്റെ ബുക്കിലെ ജേണൽ എൻട്രീസാണ്. ജേണൽ ഓഫ് ഇസഡ് ലിമിറ്റഡ്, ജേണൽ ഓഫ് ഇസഡ് ലിമിറ്റഡ്. പർച്ചേസിംഗ് കമ്പനിയുടെ ബുക്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആവുന്നു. നമ്പർ 1 ബിസിനസ് പർച്ചേസ്, ബിസിനസ് പർച്ചേസ് ഡെറ്റർ. 2 ലിക്വിഡേറ്റർ ഓഫ് എക്സ് ലിമിറ്റഡ്. എക്സ് ലിമിറ്റഡ് 4,50,000. ടു ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡ് 2,40,000. അപ്പോൾ ഇവിടെ 4 2 6, 6,90,000 ഫോർ കൺസിഡറേഷൻ ഡ്യൂ. നെക്സ്റ്റ് ഏറ്റെടുക്കുന്ന അസറ്റ്സ് ലയബിലിറ്റീസ്. ഇവിടെ അസറ്റ്സ് ഏറ്റെടുക്കുമ്പോൾ ഒരസറ്റ് മാത്രം, അതായത് all the assets and liabilities are taken over at their book values except plant and machineries which are taken over at 4 lakh each എന്നാണ്. പ്ലാന്റ് മെഷീനറി മാത്രം പുതിയ വിലയാണ്. ഇപ്പോൾ 2 കമ്പനികൾ ഒരുമിച്ച് എഴുതാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെറ്റർ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെറ്റർ രണ്ടും കൊടുക്കുമ്പോൾ 5,10,000, 5,10,000. പ്ലാന്റ് ആൻഡ് മെഷീനറി ഡെറ്റർ അത് 2 കമ്പനിയുടെ 4 lakh ഈച്ച് എന്നാണ് പറഞ്ഞത്. അതായത് എക്സിൻ്റെയും 4 ലക്ഷം, വൈയുടെയും 4 ലക്ഷം. അപ്പോൾ 8 ലക്ഷം വരും. 8 ലക്ഷം. നെക്സ്റ്റ് സ്റ്റോക്ക് 3 ലക്ഷം പ്ലസ് 1,50,000. സ്റ്റോക്ക് ഡെറ്റർ 4,50,000, 4,50,000. നെക്സ്റ്റ് ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സ് ഇവിടെ 1,20,000, 30,000, 1,50,000. നെക്സ്റ്റ് ക്യാഷ് ഡെറ്റർ 5,000 പ്ലസ് 10,000 അപ്പോൾ 15,000. അസറ്റ്സ് ഓരോന്നും നമ്മൾ ഡെബിറ്റ് ചെയ്തു. പ്ലാന്റ് ആൻഡ് മെഷീൻ മാത്രം പുതിയ വാല്യൂ ആണ്, അത് ചോദ്യത്തിൽ നിർദ്ദേശമുണ്ട്. ബാക്കിയെല്ലാം ബുക്ക് വാല്യൂ തന്നെ. ലയബിലിറ്റി ഏറ്റെടുക്കുന്ന 2 ഡിബഞ്ചർ ഉണ്ട്. 12% ഡിബഞ്ചേഴ്സ്, ടു 12% ഡിബഞ്ചേഴ്സ്. എക്സിൻ്റെ 1 lakh, വൈയുടെ 60,000, രണ്ടും കൂടെ 1,60,000. 2 വർക്ക്മെൻ സേവിങ്സ് ഡിപ്പോസിറ്റ്സ്, അത് വൈയുടെ മാത്രം 70,000. ടു സൺട്രി ക്രെഡിറ്റേഴ്സ് എക്സിൻ്റെ 320,
വൈയുടെ 270, 3 2 5, 5,90,000. സൺട്രി ക്രെഡിറ്റേഴ്സ്, പെൻഷൻ ഫണ്ട് എക്സിൻ്റെ മാത്രം 20,000. ടു ബിസിനസ് പർച്ചേസ്, അതായത് 6,90,000. 6,90,000. ഇനി നമ്മൾ ഡിഫറൻസ് നോക്കണം. ഇവിടെ ഡെബിറ്റ് 5 8 13, 4 17, 1 18, 19 10, 19 10 15, 19,25,000. ഈ ഡെബിറ്റ് ടോട്ടൽ 19,25,000 ക്രെഡിറ്റ് 6,90,000 പ്ലസ് 20, 7,10. 7,10 പ്ലസ് 90, 8. 8ഉം 5ഉം 13 ലക്ഷം. 13ഉം 70, 13,70,000. 13,70,000 60, 14,30, 15,30. 15,30,000 ക്രെഡിറ്റ്. ഇവിടെ ഡെബിറ്റ് കൂടുതലാണ്, ക്രെഡിറ്റ് കുറവുമാണ്. ഡെബിറ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 19,25,000, ക്രെഡിറ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 15,30,000. വ്യത്യാസം വരുന്നത് 0 0 0, 5, 12 3 പോയിട്ട് 9, 8 5 പോയിട്ട് 3, 3,95,000. ടു ക്യാപിറ്റൽ റിസർവ് 3,95,000. അപ്പോൾ ഏറ്റെടുക്കുന്ന അസറ്റ്സ് എല്ലാം ഡെബിറ്റ്, ലയബിലിറ്റി എല്ലാം ക്രെഡിറ്റ്, ബിസിനസ് പർച്ചേസ് ക്രെഡിറ്റ്. ഡെബിറ്റും ക്രെഡിറ്റുമായിട്ടുള്ള വ്യത്യാസം നോക്കുക. ആ ഡിഫറൻസ് ഡെബിറ്റാണ് കൂടുതലെങ്കിൽ ക്യാപിറ്റൽ റിസർവ്, അത് പ്രോഫിറ്റ് ഓൺ അക്യൂസിഷനാണ്. ക്രെഡിറ്റ് ആണ് കൂടുതലെങ്കിൽ അത് ഗുഡ് വിൽ. ഇവിടെ ഡെബിറ്റാണ് കൂടുതൽ. ഇവിടെ കിട്ടിയത് ക്യാപിറ്റൽ റിസർവാണ്. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിഞ്ഞ്, ഒന്ന് കൺസിഡറേഷൻ ഡ്യൂ ആയി, 2 ഏറ്റെടുക്കുന്ന അസറ്റ്സ് ലയബിലിറ്റീസ് എല്ലാം റെക്കോർഡ് ചെയ്തു, ബിസിനസ് പർച്ചേസ് ക്ലോസ് ചെയ്തു, ദെൻ ഡിഫറൻസ് ക്യാപിറ്റൽ റിസർവ് കൊണ്ടുവന്നു. നെക്സ്റ്റ് മൂന്നാമത്തെ കൺസിഡറേഷൻ കൊടുക്കുന്നതാണ്. ഈ കണക്കിൽ കൺസിഡറേഷൻ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക, 4,50,000 എക്സ് ലിമിറ്റിനുള്ളതാണ്. ഇതിൽ 3 ലക്ഷം രൂപയുടെ ഷെയർ, 1,50,000 രൂപ ക്യാഷ്. ഇത് ഷെയർസ്, ഇത് ക്യാഷ്. അതുപോലെ 2,40,000 വൈയുടെ കൺസിഡറേഷൻ. അതിൽ 1,60,000 രൂപ ഷെയർസ്, 80,000 രൂപ ക്യാഷ്. ഇവിടെ കൺസിഡറേഷൻ കൊടുക്കുന്നത് എക്സ് ലിമിറ്റിന് 3 ലക്ഷം രൂപയുടെ ഷെയർ, വൈക്ക് 1,60,000 രൂപയുടെ ഷെയർ, എക്സിന് 1,50,000 ക്യാഷ്, വൈക്ക് 80,000 ക്യാഷ്. ഇവിടെ ഷെയർ മാത്രം കൊടുത്താൽ പോരാ, ക്യാഷും കൂടെ കൊടുക്കണം. അപ്പം ക്യാഷ് കൊടുക്കണമെങ്കിൽ ഇത് പുതുതായിട്ട് ഫോം ചെയ്ത കമ്പനിയാണ്. ഇവർക്ക് വന്ന ക്യാഷ് ഏതാണെന്ന് ചോദിച്ചാൽ എക്സിൽ നിന്ന് കാശ് വന്നു. എക്സിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി ക്യാഷ് ബാലൻസ് ഉണ്ട് 5,000. വൈയുടെ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി ക്യാഷ് ബാലൻസ് ഉണ്ട് 10,000. രണ്ടും കൂടെ വന്നത് എത്രയേ ഉള്ളൂ? 15,000 ഉള്ളൂ. 15,000 വന്നിട്ടുള്ളൂ. എന്നാൽ ഇവിടെ കൊടുക്കേണ്ടത് 1,50,000 80,000. 1,50,000 പ്ലസ് 80,000, 2,30,000 ക്യാഷ് കൊടുക്കണം. അതായത് എക്സ് ലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സിനും വൈ ലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സിനും കൂടെ ക്യാഷായിട്ട് കൊടുക്കേണ്ടത് 2,30,000 രൂപയാണ്.
അപ്പോൾ ക്യാഷ് കൊടുക്കണമെങ്കിൽ ക്യാഷ് വരണം. ക്യാഷ് വരുന്ന സോഴ്സാണ് ഇവിടെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇസഡ് ലിമിറ്റഡ് ഇഷ്യൂഡ് 30,000 shares of rupees 10 each at rupees 12 per share. 30,000 ഷെയർ 10 രൂപ വിലയുള്ളത് 12 രൂപ വെച്ച് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ പബ്ലിക് ഇഷ്യൂ ഉണ്ട്. 30,000 ഷെയർ ഒരെണ്ണത്തിന് ഫേസ് വാല്യൂ 10 ആണ്, 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യും. ദാറ്റ് മീൻസ് ഇഷ്യൂ അറ്റ് എ പ്രീമിയമാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. പ്രീമിയത്തിന് ഓഹരി ഇഷ്യൂ ചെയ്യുമ്പോൾ ഇവിടെ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇവിടെ അതാ എഴുതുന്നത്. കാരണം കാശ് വന്നാലേ കാശ് പോകത്തുള്ളൂ. ഇപ്പം കാശ് വരാനുള്ള മാർഗം ഇവിടെ ഏതാണ്? പബ്ലിക് ഇഷ്യൂ ആണ്. ബാങ്ക് ഡെറ്റർ 30,000 ഷെയറാണ്, 12 രൂപ വെച്ച്. 13 36, 3,60,000 കിട്ടും. 2 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 30,000 ഷെയർ 10 രൂപ വെച്ച് 3 ലക്ഷം ക്യാപിറ്റലോട്ട്. 2 സെക്യൂരിറ്റീസ് പ്രീമിയം 30,000 ഷെയർ 2 രൂപ വെച്ച് 60,000. ഇതാണ് പബ്ലിക് ഇഷ്യൂ. ഇതാണ് ഓഹരി ഇഷ്യൂ ചെയ്യും. ഇപ്പം ഇവിടെ ക്യാഷ് വന്നു. ഇനി കൺസിഡറേഷൻ കൊടുക്കാം. കൺസിഡറേഷൻ കൊടുക്കുന്നത് ലിക്വിഡേറ്റർ ഓഫ് എക്സ് ലിമിറ്റഡ് ഡെറ്റർ 4,50,000. ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡ് ഡെറ്റർ 2,40,000. 2 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതായത് 3 ലക്ഷം രൂപ ഷെയർ എക്സ് ലിമിറ്റഡിനും പിന്നെ 1,60,000 രൂപ ഷെയർ വൈക്കുമാണ്. അപ്പോൾ ഇവിടെ 3 ലക്ഷം പ്ലസ് 1,60,000. അപ്പോൾ 4,60,000 ടു ബാങ്ക് പണമായിട്ട് കൊടുക്കുന്നത്. $1,50,000 എക്സ് ലിമിറ്റഡിന്. അതുകൂടാതെ 80,000 രൂപ വൈ ലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സിന്. 1,50,000 2,30,000. ഇതാണ് കൺസിഡറേഷൻ കൊടുക്കുന്നു. ലിക്വിഡേറ്റർ ഓഫ് വെണ്ടർ കമ്പനി ഡെറ്റർ ഷെയർ കൊടുത്താൽ ടു ഷെയർ ക്യാപിറ്റൽ, പണം കൊടുത്താൽ ടു ബാങ്ക്. ഇവിടെ വെണ്ടർ കമ്പനി 2 എണ്ണമാണ്. ലിക്വിഡേറ്റർ ഓഫ് എക്സ് ലിമിറ്റഡ് ഡെറ്റ് 450. ഈ 450 കൊടുക്കുന്നത് 3 ലക്ഷം രൂപയുടെ ഷെയർ, അതുകൂടാതെ 1,50,000 ക്യാഷ്. ലിക്വിഡേറ്റർ ഓഫ് വൈ ലിമിറ്റഡ് ഡെറ്റർ 2,40,000. അത് 1,60,000 ഷെയർ 80,000 രൂപ ക്യാഷ്. കൺസിഡറേഷൻ കൊടുത്തു. അടുത്തിവിടെ മറ്റൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത് 1ാമത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതിനും കൂടി എൻട്രി പാസ് ചെയ്യണം. ഡിബെഞ്ചേഴ്സ് ഓഫ് ബോത്ത് കമ്പനീസ് ടു ബി ഡിസ്ചാർജ് ബൈ ദ ഇഷ്യൂ ഓഫ് 15% ഡിബെഞ്ചേഴ്സ് ഫോർ ദി സെയിം എമൗണ്ട് എന്നാണ്. വെണ്ടർ കമ്പനി ഡിബെഞ്ചർ പർച്ചേസിംഗ് കമ്പനി ഏറ്റെടുത്തു. അത് 12% ഡിബെഞ്ചറാണ്. ഈ ഡിബെഞ്ചർ ഇതിന് പകരമായിട്ട് പർച്ചേസിംഗ് കമ്പനി അവരുടെ 15% ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അതേ എമൗണ്ടിലാണ്. ഏറ്റെടുത്ത 12% ഡിബെഞ്ചറിൻ്റെ വാല്യൂ എത്രയാണ്? 1,60,000 അതായത് എക്സിൻ്റെ 1 ലക്ഷവും വൈയുടെ 60,000, 1,60,000.
അപ്പോൾ ഈ ഡിബഞ്ചർ ക്യാൻസൽ ചെയ്യണം. ഇതിന് പകരമായിട്ട് അവർ കൊടുക്കുന്ന എത്രയാണ്? 15% ഡിബഞ്ചറാണ്. അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പ് ഇവിടെ അത് വരും. 12% ഡിബഞ്ചേഴ്സ് ഡെറ്റർ 1,60,000 അത് റെഡീം ചെയ്യാണ്. അതിന് പകരമായിട്ട് ഇഷ്യൂ ചെയ്യുന്നത് 15% ഡിബഞ്ചേഴ്സ് എന്നാണ്. 15% ഡിബഞ്ചേഴ്സ് 1,60,000. അപ്പോൾ ഇസഡ് ലിമിറ്റഡ് ബാലൻസ് ഷീറ്റിൽ നോൺ കറണ്ട് ലയബിലിറ്റീസ് അവിടെ ഇനി 15% ഡിബഞ്ചർ മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ ജേണൽ എൻട്രീസ് ഇത്രയും ഇവിടെ വരണം. ഒന്ന്, കൺസിഡറേഷൻ ഡ്യൂ ആവും. 2, ഏറ്റെടുത്ത അസറ്റ്സ് ലയബിലിറ്റീസിൽ റെക്കോർഡ് ചെയ്തു, ബിസിനസ് പർച്ചേസ് ക്രെഡിറ്റ് ചെയ്തു, ഡിഫറൻസ് ഇവിടെ കിട്ടിയത് ക്യാപിറ്റൽ റിസർവാണ്. നെക്സ്റ്റ് പബ്ലിക് ഇഷ്യൂ ആണ്. എന്തുകൊണ്ട് കൺസിഡറേഷൻ കൊടുക്കുന്നതിന് പബ്ലിക് ഇഷ്യൂ നടത്തി? കാരണം കൺസിഡറേഷൻ കൊടുക്കണമെങ്കിൽ പണം വേണം. ഈ കണക്കിൽ എടുത്തു പറഞ്ഞു 1,50,000 എക്സിന് ക്യാഷായിട്ട് കൊടുക്കണം, എക്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന്. 80,000 വൈഡ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷായിട്ട് കൊടുക്കണം. ക്യാഷ് കൊടുക്കണമെങ്കിൽ കമ്പനിക്ക് പണം വേണം. പണത്തിനുള്ള സോഴ്സ് മാർഗം അവർ കണ്ടെത്തിയതാണ് 30,000 ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. എത്ര രൂപ വെച്ച്? 10 രൂപ വിലയുള്ള ഷെയർ 12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്ത് പ്രീമിയത്തിനാണ്. പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ബാങ്ക് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഇനി കൺസിഡറേഷൻ കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ ലിക്വിഡേറ്റർ ഓഫ് വെണ്ടർ കമ്പനി ഡെറ്റർ, ഇവിടെ എക്സ് ലിമിറ്റഡ്, വൈ ലിമിറ്റഡ്. ഷെയർ കൊടുക്കുമ്പോൾ ടു ഷെയർ ക്യാപിറ്റൽ, ഐ മീൻ ഹിയർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. പണം കൊടുത്താൽ ടു ബാങ്ക്. അപ്പോൾ ജേണൽ എൻട്രീസ് ഇത്രയാണ്. ഇവിടെ ഈ കണക്കിൽ അത് കൂടാതെ പുതിയ ബാലൻസ് ഷീറ്റും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. പുതിയ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്സ് അപ്പോൾ ഹെഡിങ് കൊടുക്കും ബാലൻസ് ഷീറ്റ് ഓഫ് ഇസഡ് ലിമിറ്റഡ്. വലത്തോട്ട് മാറ്റി നോട്ട് നമ്പർ then amounts, not number amount. ഇവിടെ ആദ്യത്തെ ഐറ്റം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അതിലാദ്യം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്. ഇതൊക്കെ ഫൈനൽ അക്കൗണ്ട് പഠിച്ചിട്ടുള്ളതാണ്, ഫോർമാറ്റില്ല. അതിൽ ഷെയർ ക്യാപിറ്റൽ, ഈ പുതിയ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ എത്ര ഷെയർ ആണെന്ന് ചോദിച്ചാൽ എക്സ് ലിമിറ്റഡിലെ ഷെയർ ഹോൾഡേഴ്സിന് കൺസിഡറേഷൻ ആയിട്ട് കൊടുത്തത് 30,000 ഷെയറാണ്, 10 രൂപ വെച്ച്. അത് നമ്മൾ കൺസിഡറേഷൻ നേരത്തെ നോട്ട് എഴുതിയിട്ടുണ്ട്. 30,000 ഷെയർ 10 രൂപ വെച്ച് കൊടുത്തു. വൈ ലിമിറ്റഡ് കൊടുത്തോ 16,000 ഷെയർ 10 രൂപ വെച്ച്. അപ്പം 30 + 16 46,000 ഷെയർസ് കൺസിഡറേഷൻ ആയിട്ട് ആർക്ക് കൊടുത്തു? എക്സ് ലിമിറ്റഡിനും വൈ ലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു 46,000. അതുകൂടാതെ 30,000 ഷെയർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. 46 30 76,000. ഇപ്പോൾ ഇഷ്യൂ ചെയ്ത ഓഹരികളുടെ എണ്ണം എന്ന് പറയുന്നത് 76,000 അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇവിടെ 76,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആണ്. ഇതെവിടെ
76,000 shares of rupees 10 each. ആണ് 76,000 ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച്, അതായത് 7,60,000. ഇതാണ്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ സ്റ്റേറ്റ്മെൻ്റ് എഴുതി കണ്ടിട്ടുണ്ട്. അവിടെ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. 3 ലക്ഷം രൂപയുടെ ഷെയർ കൊടുത്തു. ഒരെണ്ണത്തിന് ഫേസ് വാല്യൂ 10,000, അപ്പോൾ ഷെയറിൻ്റെ എണ്ണം 30,000. മറ്റേ 60,000 രൂപയുടെ ഷെയർ കൊടുത്തു, ഫേസ് വാല്യൂ 10, അപ്പോൾ 16,000. അപ്പോൾ 30, 16, 46. 46,000 ഷെയർ കൺസിഡറേഷൻ ആയിട്ട് തന്നെ കൊടുത്തു. അതുകൂടാതെ പബ്ലിക് ഇഷ്യൂ 30,000. അപ്പം 46, 30, 76. അതാണ് അവിടെ വന്നിട്ടുള്ളത്. 76,000 ഷെയർസ് ഓഫ് റുപ്പീസ് 10 ഈച്ച്. നെക്സ്റ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഇവിടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ജനറൽ റിസർവോ പി ആറിൽ അതൊന്നുമില്ല. പക്ഷേ ഇവിടെ ഏറ്റെടുത്തപ്പോൾ പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ഓൺ അക്വിസിഷൻ 3,95,000. ഇതുകൂടാതെ സെക്യൂരിറ്റീസ് പ്രീമിയം ഉണ്ട്. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് വേണം ഇവിടെ. നോട്ട് നമ്പർ 1 നമുക്ക് നോട്ട്സ് ടു അക്കൗണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ പോകേണ്ടതാണ്. നോട്ട്സ് ടു അക്കൗണ്ട് ഹെഡ് കൊടുക്കും. നോട്ട്സ് ടു അക്കൗണ്ട്സ് ഡീറ്റെയിൽസിൽ അവിടെ കാണിക്കാം. നോട്ട്സ് ടു അക്കൗണ്ട്സ്, നോട്ട്സ് ടു അക്കൗണ്ട്സ് 1 റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് അതായത് ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് ഇവിടെ നമുക്ക് കിട്ടി 3,95,000. 3,95,000. അതുകൂടാതെ പബ്ലിക് ഇഷ്യൂ നടത്തിയ പ്രീമിയത്തിനാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം, പ്രീമിയം കിട്ടിയത് 30,000 ഷെയറിന് 2 രൂപ വെച്ച് പ്രീമിയം കിട്ടിയിട്ടുണ്ട്. 30,000 2 60,000. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0,0,0,5 9 15 1 4,55,000 ടോട്ടൽ. അതിവിടെ കൊണ്ടുവന്നു. 4,55,000 റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ഹെഡിൽ ഇവിടെ വന്നത് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. അടുത്ത ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്സ്. ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്സ് ഇല്ല. അടുത്ത നോൺ കറണ്ട് ലയബിലിറ്റീസ്. അതിലിവിടെ 15% ഡിബഞ്ചറാണ്, 12% ഡിബഞ്ചർ അല്ല. എക്സിൻ്റെയും വൈയുടെ ഏറ്റെടുത്ത 12% ഡിബഞ്ചറാണ്. പക്ഷേ ഇസഡ് ലിമിറ്റഡ് ആ 12% ഡിബഞ്ചർ റിഡീം ചെയ്തു. അതിന് പകരമായിട്ട് എന്ത് കൊടുത്തു? 15% ഡിബഞ്ചർ കൊടുത്തു. അപ്പോൾ ഈ ബുക്കിൽ 15% ഡിബഞ്ചറാണ്. അപ്പോൾ നോൺ കറണ്ട് ലയബിലിറ്റീസ് അതിൻ്റെ താഴെ തന്നെ കാണിച്ചേക്കാണ് 15% ഡിബഞ്ചേഴ്സ്. കൊടുത്തത് 1,60,000. 1,60,000. നെക്സ്റ്റ് കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ആണ്. ആൻഡ് പ്രൊവിഷൻസ് ഒരുമിച്ച് കൊടുക്കുക. പ്രൊവിഷൻസ് അതിനിവിടെ കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെ വന്നു? ഇവിടെ സൺട്രി ട്രേഡ് പേയബിൾ, അതായത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ്
ക്രെഡിറ്റേഴ്സ് ഇവിടെ 5,90,000. 5,90,000. നെക്സ്റ്റ് വർക്ക്മെൻ സേവിങ്സ് ഡിപ്പോസിറ്റ്സ്. വർക്ക്മെൻ സേവിങ്സ് ഡിപ്പോസിറ്റ് 70,000. നെക്സ്റ്റ് പെൻഷൻ ഫണ്ട്, അത് 20,000 മാത്രം. പെൻഷൻ ഫണ്ട് 20,000. അപ്പോൾ ഇത്രയും ലയബിലിറ്റിയാണ്. ലയബിലിറ്റി എല്ലാം കൂടെ കൂട്ടുമ്പോൾ 0 0 0 5 2 7 9 9 18 6 24 5 29 6 35 35 3 5 8 1 9 4 13 7 20 20,55,000 ടോട്ടൽ. ഇതാണ് ലയബിലിറ്റി സൈഡ്. നെക്സ്റ്റ് അസറ്റ്സ് ആണ്. ഇതിൻ്റെ താഴെ തന്നെ അസറ്റ്സ്. ആദ്യ ഫിക്സഡ് അസറ്റ്സ്. അതിൽ ടാൻജിബിൾ ഇവിടെ ഉള്ളത് ലാൻഡ് ബിൽഡിങ്, പ്ലാൻ മെഷീനറിയാണ്. ലാൻഡ് ബിൽഡിങ്, പ്ലാൻ മെഷീനറി. നോട്ട്സ് ടു അക്കൗണ്ട് വേണേൽ എഴുതാം. നോട്ട് നമ്പർ കൊടുക്കാം. നോട്ട് നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 2. അപ്പോൾ നോട്ട്സ് ടു അക്കൗണ്ടിൽ 2. ടാൻജിബിൾ ഫിക്സഡ് അസറ്റ്, അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 5,10,000. പ്ലാന്റ് ആൻഡ് മെഷീനറി 8 ലക്ഷം. ഇതാണ് 2 ടാൻജിബിൾ ഫിക്സഡ് അസറ്റ് ഇവിടെ ഉള്ളത്. അപ്പോൾ 8 5 13,10,10,000 ടാൻജിബിൾ ഫിക്സഡ് അസറ്റ്സ്. അപ്പോൾ ഇവിടെ 13,10,10,000 ടാൻജിബിൾ ഫിക്സഡ് അസറ്റ്സ്. നെക്സ്റ്റ് ഇൻടാൻജിബിൾ ഇവിടെ ഇല്ല. ഇൻടാൻജിബിൾ ദാറ്റ് മീൻസ് ഗുഡ് വിൽ ഇവിടെ. കാരണം അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഏറ്റെടുത്തു. നമ്മൾ ആ രണ്ടാമത്തെ എൻട്രിയിൽ അവിടെ ക്യാപിറ്റൽ റിസർവ് ആണെന്ന് ഗുഡ് വില്ലല്ല. ഗുഡ് വില്ലായിരുന്നെങ്കിൽ അതിവിടെ കാണിക്കണം, ഇൻടാൻജിബിൾ. നെക്സ്റ്റ് നോൺ കറണ്ട് അസറ്റ്സ്. ഇവിടെ നോൺ കറണ്ട് അസറ്റ്സ് ഒന്നും തന്നെ ഇല്ല. നെക്സ്റ്റ് കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സ് ഇൻവെന്ററി, അത് സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഏറ്റെടുത്തപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് 4,50,000. 450 ആ എൻട്രിക്കകത്തുണ്ട്. അടുത്തത് ട്രേഡ് റിസീവബിൾ. ഇവിടെ ബിൽസ് റിസീവബിൾ ഇല്ല. ഈ ട്രേഡ് റിസീവബിൾ എന്ന് ഏതെ കുറിച്ചിരുന്നതാണ്? നമ്മൾ ഫൈനലിനെ കൂടെ പഠിച്ചതാണ്. ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നോട്ട് നമ്പർ ഇവിടെ 3 കൊടുക്കും. നോട്ട്സ് അക്കൗണ്ട് 3 കാണിക്കുക. ട്രേഡ് റിസീവബിൾ, ഡെറ്റേഴ്സ് ഇത്ര, BR ഇത്ര കൂട്ടുക, ഇവിടെ കൊണ്ടുവരിക. ഇവിടെ ഡെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഡെറ്റേഴ്സ് ഇവിടെ 1,50,000. അതായത് ഇവിടെ കാണിക്കാം ഡെറ്റേഴ്സ് 1,50,000. നെക്സ്റ്റ് ക്യാഷ് ഇക്വലൻസ്. ഇവിടെ ക്യാഷ് ബാലൻസ് ആണ്. ക്യാഷ് ബാലൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ കണക്ക്. കാരണം
15,000 രൂപ എക്സിൽ നിന്നും വൈയിൽ നിന്ന് ഏറ്റെടുത്തു. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഇവിടെ ക്യാഷ് ബാലൻസിൻ്റെ നോട്ട് ഇതാണ്. ക്യാഷ് ബാലൻസ് ഫ്രം എക്സ് ലിമിറ്റഡ്. എക്സിൽ നിന്ന് ഏറ്റെടുത്ത ക്യാഷ് 5,000. ഫ്രം വൈ ലിമിറ്റഡ് 10,000. അതുകൂടാതെ പബ്ലിക് ഇഷ്യൂ 30,000 ഷെയർ 12 രൂപ വെച്ച് 3,60,000. അപ്പോൾ പുതിയ കമ്പനിക്ക് വന്ന ക്യാഷ് 5,000 രൂപ എക്സിൽ നിന്ന് വന്നു, 10,000 രൂപ വൈയിൽ നിന്ന് വന്നു, 3,60,000 രൂപ പബ്ലിക് ഇഷ്യൂ. അപ്പോൾ 360, 70, 3,70,75,000 വന്നു മൊത്തം. ലെസ് ക്യാഷ് പെയ്ഡ് ആസ് കൺസിഡറേഷൻ ആയിട്ട് കൊടുത്തത് 1,50,000 രൂപ എക്സ് ലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സിന്, 80,000 രൂപ വൈ ലിമിറ്റഡ് ഷെയർ ഹോൾഡേഴ്സിന്. 1,50,000 80,000 2,30,000. 2,30,000. 0, 0, 0, 5, 4, 1. 1,45,000 പുതിയ കമ്പനിയിൽ ക്യാഷ് ബാലൻസ് വരേണ്ടത്. സിമ്പിളാണ്. എക്സിൽ നിന്നും 5,000, വൈയിൽ നിന്നും 10,000, പബ്ലിക് ഇഷ്യൂയിലൂടെ 360,000, ടോട്ടൽ 3,70,75,000, 2,30,000 കൺസിഡറേഷൻ കൊടുത്തു, കാശായിട്ട് കൊടുത്തത്. പോയിട്ട് ബാക്കി 1,45,000 ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. 1,45,000 ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക. ഇവിടെ 0, 0, 0, 5, 4, 5, 9, 14, 1, 15, 2, 1, 3, 4, 7, 7, 3, 10, 1, 1, 2, 20,55,000. ഇതാണ് ബാലൻസ് ഷീറ്റ്. അതായത് ഇസഡ് ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് ഇതാണ്. ബാലൻസ് ഷീറ്റ് ഓഫ് ഇസഡ് ലിമിറ്റഡ്. ഇപ്പം നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾ അമാൽഗമേഷൻ ഒരു കണക്കിപ്പോൾ ചെയ്തു. എക്സ് ലിമിറ്റഡ് ക്ലോസ് ചെയ്തു, വൈ ലിമിറ്റഡ് ക്ലോസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സ് ക്ലോസ് ചെയ്ത പോലെ തന്നെ വൈ ക്ലോസ് ചെയ്യണം. പിന്നീട് പർച്ചേസിങ് കമ്പനിയുടെ ബുക്കിലെ ഓപ്പണിംഗ് ജേണൽ എൻട്രീസ് ഇവിടെ ഏതൊക്കെ വന്നു? 1 കൺസിഡറേഷൻ ഡ്യൂ ആയി, പിന്നെ അസറ്റ്സ് ലയബിലിറ്റീസ് റെക്കോർഡ് ചെയ്തു, ബിസിനസ് പർച്ചേസ് ക്ലോസ് ചെയ്തു, ഡിഫറൻസ് ഇവിടെ ക്യാപിറ്റൽ റിസർവ്, പിന്നെ കൺസിഡറേഷൻ കൊടുക്കുന്നതിന് മുമ്പ് പബ്ലിക് ഇഷ്യൂ, അതിനുശേഷം കൺസിഡറേഷൻ കൊടുത്തു. പിന്നെ അഡീഷണലായിട്ട് മറ്റ് വന്നത് ഡിബഞ്ചർ റിഡീം ചെയ്യുന്നുണ്ട്. കാരണം ഈ കമ്പനി 12% ഡിബഞ്ചർ ഏറ്റെടുത്തിട്ട് അവർക്ക് എത്ര % ഡിബഞ്ചർ കൊടുക്കുന്നു? 15% ഡിബഞ്ചർ കൊടുക്കുന്നു. അപ്പോൾ ഈ കണക്ക് ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. ശരിക്ക് വർക്കൗട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ഒരു കണക്ക് അബ്സോർപ്ഷൻ്റെ കണക്കാണ്. അബ്സോർപ്ഷൻ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്ത അമാൽഗമേഷനാണ്. എന്താണ് അബ്സോർപ്ഷൻ? ആദ്യം പറഞ്ഞു, when an existing company is taken over by another existing company, it is called absorption. In case of absorption, the absorbed company is liquidated and absorbing company continues its business. ഇപ്പോൾ ഈ കണക്കിൽ അത് പേജ് നമ്പർ 4.82 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. 8ാമത്തെ ചോദ്യമാണ്. പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്പർ 8. ഇവിടെ ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആണ്. എ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ദ ബിസിനസ് ഓഫ് ദി കമ്പനി ഈസ് ടേക്കൺ ബൈ ബി ലിമിറ്റഡ് എന്നാണ്. ഈ കമ്പനിയുടെ ബിസിനസ് ആര് ഏറ്റെടുക്കുന്നു? ബി ലിമിറ്റഡ് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇത് അബ്സോർപ്ഷനാണ്. വെണ്ടർ കമ്പനി എന്ന് പറയുന്നത്
എ ലിമിറ്റഡ് ആണ്. വെണ്ടർ കമ്പനി അല്ലെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനിയാണ്. ബി ലിമിറ്റഡ് കമ്പനിയാണ് പർച്ചേസിങ് കമ്പനി അല്ലെങ്കിൽ ട്രാൻസ്ഫറി കമ്പനിയാണ്. അപ്പോൾ ഇങ്ങനൊരു കണക്ക് വന്നാൽ വെണ്ടർ കമ്പനി ക്ലോസ് ചെയ്യണം, പർച്ചേസിങ് കമ്പനിയുടെ ബുക്കിലെ ജേണൽ എൻട്രീസും കൊടുക്കണം. അപ്പോൾ ഇവിടെ ദ ബിസിനസ് ഓഫ് ദി കമ്പനി ഈസ് ടേക്കൺ ബൈ ബി ലിമിറ്റഡ് ഓൺ ദാറ്റ് ഡേറ്റ്സ്. ദ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ടു ബി ഡിസ്ചാർജ്ഡ് ആസ് ഫോളോസ്. കൺസിഡറേഷൻ എങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നു അതുപോലെ പറഞ്ഞതാണ്. എ പേയ്മെന്റ് ഇൻ ക്യാഷ് at ₹10 per every share in A Limited. എ ലിമിറ്റഡിലെ ഓരോ ഷെയറിനും 10 രൂപ വെച്ച് ക്യാഷ് കൊടുക്കും. അപ്പോൾ ക്യാഷ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ അപ്പോൾ ആ കണക്കിൽ പർച്ചേസ് കൺസിഡറേഷൻ എ ലിമിറ്റഡ് കമ്പനിയിലെ ഓരോ ഷെയറിനും 10 രൂപ വെച്ച് ക്യാഷ്. അപ്പം നമ്മൾ എ ലിമിറ്റഡ് ബാലൻസ് ഷീറ്റ് നോക്കുക. അവരുടെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ക്യാപിറ്റൽ 8,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹50 ഈച്ച് എന്നാണ്. ഷെയറിന് എണ്ണം 8,000 ആണ്. അപ്പോൾ ഓരോ ഷെയറിനും 10 രൂപ വെച്ച് ക്യാഷ്. അപ്പോൾ ഇവിടെ ക്യാഷ് പേയ്മെൻ്റ് എന്ന് പറയുന്നത് 8,000 ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിന് 10 രൂപ വെച്ചാകുമ്പോൾ 80,000 രൂപ ക്യാഷാണ്. ഇത് കൊടുക്കുന്നത് ക്യാഷായിട്ടാണ് കൊടുക്കുന്നത്, ക്യാഷ്. അതുകൂടാതെ അടുത്തത് പറഞ്ഞിരിക്കുന്നു എ ഫർദർ പേയ്മെൻറ്റ് ഇൻ ക്യാഷ്. വീണ്ടും പണം കൊടുക്കുന്നു. എത്ര രൂപ? 60 രൂപ വെച്ച് ഫോർ എവരി ഡിബെഞ്ചർ ഇൻ എ ലിമിറ്റഡ് ഇൻ ഫുൾ ഡിസ്ചാർജ് ഓഫ് ദി ഡിബെഞ്ചേഴ്സ്. അപ്പോൾ ഓരോ ഡിബെഞ്ചറും 60 രൂപ വെച്ച് ക്യാഷ് കൊടുക്കും. നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് പർച്ചേസ് കൺസിഡറേഷൻ്റെ ഭാഗമല്ല. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് മാത്രമേ കൺസിഡറേഷൻ്റെ ഭാഗമായിട്ട് വരുന്നുള്ളൂ. വെണ്ടർ കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഡിബെഞ്ചർ ക്ലോസ് ചെയ്താൽ മാത്രം, റിയലൈസേഷൻ ക്ലോസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ റിയലൈസേഷനിലോട്ട് ഡിബെഞ്ചർ എന്ത് ചെയ്താൽ മാത്രം മതി? ക്ലോസ് ചെയ്താൽ മാത്രം മതി. ഇത് പർച്ചേസിങ് കമ്പനി എഴുതുമ്പോൾ ഡിബെഞ്ചർ ഏറ്റെടുത്തുകൊണ്ട് ആ ഡിബെഞ്ചറിൻ്റെ ഹോൾഡേഴ്സിന് പണം പർച്ചേസിങ് കമ്പനി കൊടുക്കണം. അത് ആരുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യണം? പർച്ചേസിങ് കമ്പനിയുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. നെക്സ്റ്റ്, ആൻ എക്സ്ചേഞ്ച് ഓഫ് 5 ഷെയർസ് ഇൻ ബി ലിമിറ്റഡിലെ 5 ഷെയർ കൊടുക്കുന്നു. എത്ര രൂപ വെച്ച്? 10 രൂപ വെച്ച്. അറ്റ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ₹15 പെർ ഷെയർ ഫോർ എവരി 2 ഷെയർസ് ഇൻ എ ലിമിറ്റഡ്. എ ലിമിറ്റഡിലെ ഓരോ 2 ഷെയറിനും ബി ലിമിറ്റഡിലെ 5 ഷെയർ കൊടുക്കും. എത്ര രൂപ വിലയുള്ളത്? 10 രൂപ വിലയുള്ള ഷെയർ മാർക്കറ്റ് വാല്യൂ ആയ 15 വെച്ച് കൊടുക്കുമെന്നാണ് പറഞ്ഞു. അപ്പോൾ എങ്ങനെ കാണാം? ഇവിടെ ഷെയറിന് എണ്ണം 8,000 ആണ്. 8,000 ഷെയർസ് ഉണ്ട്. ഇവിടുത്തെ ഓരോ 2 ഷെയറിനും ഡിവൈഡ് ബൈ 2. പർച്ചേസിങ് കമ്പനിയുടെ 5 ഷെയർ, ഇതാണ് ഷെയറിന് എണ്ണം. ഓരോ 2 ഷെയറിനും ബി ലിമിറ്റഡിലെ 5 ഷെയർ മാർക്കറ്റ് വിലയായ 15 രൂപ വെച്ച്, 10 രൂപ വെച്ചാൽ കൊടുക്കുന്നത് 15 രൂപ വെച്ചാണ്, 15 വെച്ച്. അപ്പോൾ ഇവിടെ 24 4000 ഗുണം 5 സമം 20,000 ഷെയറാണ് കൊടുക്കുന്നത്. 20,000 ഗുണം 15 ആണ്. 20,000 ഗുണം 15, അപ്പോൾ എത്ര വരും? 3 ലക്ഷം വരും. 3 lakhs.
ഇത് ഷെയറായിട്ട് കൊടുക്കും, ഷെയർസ്. അപ്പോൾ മൊത്തം കൺസിഡറേഷൻ 3,80,000 കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ നമുക്ക് അബ്സോർപ്ഷൻ്റെ കണക്കാണ്. ആദ്യം പർച്ചേസ് കൺസിഡറേഷൻ കാണുക. കൺസിഡറേഷൻ കണ്ടുപിടിക്കാൻ ഇവിടെ എന്തെല്ലാം തന്നിട്ടുണ്ട്? എ ലിമിറ്റിലെ ഓരോ ഷെയറിനും 10 രൂപ വെച്ച് കാശ് കൊടുക്കുന്നു. പിന്നെ എ ലിമിറ്റഡിലെ ഷെയർ 5 ഷെയർ കൈമാറ്റം ചെയ്യും. 10 രൂപ വിലയുള്ള 5 ഷെയർ മാർക്കറ്റ് വിലയായ 15 രൂപ വെച്ച് കൈമാറ്റം ചെയ്യും. എങ്ങനെ? ഓരോ 2 ഷെയർ എടുത്തവർക്ക്, എ ലിമിറ്റിലെ ഓരോ 2 ഷെയർ എടുത്തവർക്ക്. അപ്പം അത് വെച്ചുകൊണ്ട് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കണ്ടു. ഇനി നമ്മൾ വെണ്ടർ കമ്പനി ക്ലോസ് ചെയ്യണം. വെണ്ടർ കമ്പനി മീൻസ് എ ലിമിറ്റഡ് ആണ്, നേരത്തെ പഠിച്ച പോലെ തന്നെയാണ്. അത് ഈ കണക്കിൽ ചോദിക്കുക ഷോ റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ആൻഡ് സൺഡ്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്നാണ്. എക്സ്പെൻസ് ഓഫ് ലിക്വിഡേഷൻ 5,000 വെയർ ബോൺ ബൈ എ ലിമിറ്റഡ്. ഇവിടെ ലിക്വിഡേഷൻ എക്സ്പെൻസ് ഉണ്ട്. എ ലിമിറ്റഡ് അതാരാ വേറെ ചെയ്യുന്നത്? എ ലിമിറ്റഡ് മീൻസ് വെണ്ടർ കമ്പനി. അപ്പോൾ ഈ കണക്കിൽ സ്റ്റെപ്പ് വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആ സ്റ്റെപ്പ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. 1 അസറ്റ് ക്ലോസ് ചെയ്യുക, 2 ഏറ്റവും ലയബിലിറ്റി ക്ലോസ് ചെയ്യുക, ലയബിലിറ്റി ഉൾപ്പെടെ ഡിബെഞ്ചർ ഉൾപ്പെടെ ക്ലോസ് ചെയ്യണം. 3 കൺസിഡറേഷൻ ഡ്യൂ ആകുന്നു. 4 കൺസിഡറേഷൻ കിട്ടുന്നു. 5 ലിക്വിഡേഷൻ എക്സ്പെൻസ് ആണ്. നെക്സ്റ്റ് റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ്. നെക്സ്റ്റ് ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ക്ലോസ് ചെയ്യണം. ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. ഈ കണക്കിൽ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഇല്ല, ഉണ്ട്. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ഉണ്ട്. അതായത് റിസർവ്സ് ആൻഡ് സർപ്ലസ് നോട്ട്സ് ടു അക്കൗണ്ട് നമ്പർ 1 ജനറൽ റിസർവിൽ നിന്ന് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് കുറച്ചിട്ടുണ്ട്. ആ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് ദാറ്റ് മീൻസ് ഫിക്റ്റീഷ്യസ് ആണ്, അത് ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് കിട്ടിയ ഷെയറും പണവും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. ഇത് ഇത്രയും സ്റ്റെപ്പ് അവിടെ ചെയ്യണം. ഒന്നും കൂടെ പറയുകയാണ്. അസറ്റ് ക്ലോസ് ചെയ്യുക, ലയബിലിറ്റി ക്ലോസ് ചെയ്യുക, കൺസിഡറേഷൻ ഡ്യൂ ആവുന്നു, കൺസിഡറേഷൻ കിട്ടുന്നു, ലിക്വിഡേഷൻ എക്സ്പെൻസ്, നെക്സ്റ്റ് റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ്. അത് എൻട്രിക്കുള്ള സ്പേസ് വിട്ടിച്ച് റിയലൈസേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. റിയലൈസേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ് ഷെയർ ക്യാപിറ്റൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് ക്ലോസ് ചെയ്യണം. ഫിക്റ്റീഷ്യസ് അസറ്റ് ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് കിട്ടിയ ഷെയറും പണവും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ലാസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദാറ്റ്സ് ഓൾ. ഓക്കെ.